ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഇരുമ്പുന്ന ആ വേദിയിലേക്ക് വിവാദങ്ങളുടെ പുകമറകൾ സൃഷ്ടിച്ച മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ഗാംഭീര്യത്തോടെയും പക്വതയോടെയും നിലപാട് വ്യക്തമാക്കുന്ന രമേശ് ചെന്നിത്തലയെ നമ്മൾ ഇന്ന് കണ്ടു. പിണറായി വിജയന്റെ വീടിന് മുന്നിലെ പോലീസ് ജീപ്പ് വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നപ്പോൾ ഒരു തരംഗമായി മാറാൻ പോകുന്ന മറുപടിയാണ് ചെന്നിത്തലയിൽ നിന്നുമുണ്ടായത്. വിവാദങ്ങളുടെ പിന്നാലെ പോയി സമയം കളയാൻ താൻ ഇല്ല എന്നും നിയമവും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി നടപ്പിലാക്കുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിക്ക് Z+ സുരക്ഷയുണ്ടായിരുന്ന വ്യക്തിയാണെന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ എന്ന് ചെന്നിത്തല ഓർമ്മപ്പെടുത്തിയതിലൂടെ രാഷ്ട്രീയം എന്നാൽ പകവീട്ടൽ മാത്രമല്ല, എതിരാളിയാണെങ്കിലും സുരക്ഷ അത് നിർബന്ധമാണ് എന്ന സത്യത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ആ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അവിടെ ഒരു പോലീസ് ജീപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമില്ല, മറിച്ച് ഭരണഘടനാപരമായ കടമ മാത്രമാണുള്ളത്. ആ ജീപ്പ് അവിടെ നിന്ന് മാറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നമ്മുടെ വിവാദ കോലാഹലങ്ങളല്ല, മറിച്ച് അതിനായി രൂപീകരിച്ചിട്ടുള്ള ഔദ്യോഗിക സുരക്ഷാ സമിതിയാണ്. സുരക്ഷാ കമ്മിറ്റി ഈ വിഷയം കൃത്യമായി വിലയിരുത്തട്ടെ, അവർ ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്ന ചെന്നിത്തലയുടെ വാക്കുകളിൽ ഒരു ഭരണാധികാരിയുടെ പക്വത ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ പാണ്ഡ്യലമുക്കിലെ വീട്ടിൽ റെസിഡന്റ് ഡ്യൂട്ടി ചെയ്യുന്ന സേനാംഗങ്ങൾ മഴയത്തും വെയിലത്തും കാവൽ നിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവായിട്ടും അവരുടെ ആ കാവലിന് ഒരു മാറ്റവും ഉണ്ടായില്ല എന്നായിരുന്നു വാർത്തകൾ വന്നത്. പിണറായിയുടെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള മതിലിനരികിൽ നിർത്തിയിട്ട ജീപ്പാണ് പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നത്. AR ക്യാമ്പിലെ 6 പോലീസുകാരും 2 SIമാരും അടങ്ങുന്ന സംഘമാണ് സമയക്രമം അനുസരിച്ച് ജോലി ചെയ്യുന്നത്. ഒരേ സമയം 2 പോലീസുകാർക്കും 1 SIക്കുമാണ് ഡ്യൂട്ടി. തൊട്ടടുത്ത ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ ശൗചാലയമാണ് പ്രാഥമിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിണറായിയുടെ വീടിന്റെ ഗേറ്റിനടുത്ത് മതിലിനോട് ചേർന്നാണ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത്. ജീപ്പിന്റെ വലതുഭാഗം മതിലിനോട് അടുപ്പിച്ചിട്ടിരിക്കുന്നതിനാൽ ഇടത് ഡോർ മാത്രമേ തുറക്കാനാകൂ. ബാറ്ററി അഴിച്ചുമാറ്റിയ നിലയിലാണ് ഉള്ളത്. വണ്ടി കേടായതിനാൽ ഓടിക്കാനുമാകില്ല. 2014 മോഡൽ KL 01BR 9569 എന്ന ജീപ്പാണ് പോലീസ് സ്റ്റേഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ജീപ്പിനെയും പോലീസുകാരുടെയും കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കാണാം. ഈ CPM നേതാക്കൾക്കുള്ള പിന്തുണ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, അതുപോലുള്ള പോലീസ് ഗാർഡുകൾ, ഗവൺമെന്റ്മാരൊക്കെ ഇപ്പോഴും പിന്തുണ തുടരുന്നു എന്നുള്ള രീതിയിലുള്ള പരാതികൾ പല സ്ഥലത്തും ഉയർന്നു നിൽക്കുന്നു. അതിന്റെ കാരണം അത് തീരുമാനിക്കുന്നത് ഞാനല്ല, അത് ഒരു കമ്മിറ്റിയുണ്ട്. ഹോം സെക്രട്ടറി സെക്യൂരിറ്റിയെ പറ്റി പരിശോധിക്കാനൊരു കമ്മിറ്റിയുണ്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ആ കമ്മിറ്റി ഓരോ കേസും പരിശോധിച്ചിട്ടാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാറുള്ളതും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് പീരിയോഡിക്കലായി ഒരു 6 മാസം കൂടിയിരിക്കുമ്പോൾ ഈ കമ്മിറ്റി കൂടാറുണ്ട്. ആ കമ്മിറ്റി വരാൻ പോകുന്നേ ഉള്ളൂ. ആ കമ്മിറ്റി കൂടി അവർ പരിശോധിക്കട്ടെ. അത് മന്ത്രി ഇടപെടേണ്ട കാര്യമല്ല. ത്രെഡ് പെർസെപ്ഷൻ നോക്കിയിട്ടാണ് സെക്യൂരിറ്റി ആവശ്യമുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത്. ആ കമ്മിറ്റി അതിൻ്റെ തീരുമാനമെടുക്കും. എന്നിട്ട് ആ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകും. ആഭ്യന്തരമന്ത്രി എന്നുള്ളതിനെയും ഞാൻ ഒരിക്കലും അതിനകത്ത് ഇടപെടാറില്ല. പണ്ടും ഇടപെട്ടിട്ടില്ല, ഇപ്പോഴും ഇടപെടാറില്ല. അതാരും അങ്ങനെ ഇടപെടുന്നത് ശരിയുമല്ല. എന്തിനാണ് ഒരാൾക്ക് സെക്യൂരിറ്റി കൊടുക്കുക? അയാളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ സുരക്ഷിതത്വം ആവശ്യമില്ലാത്തവരുടെ സ്വാഭാവികമായിട്ടും ആ കമ്മിറ്റി ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി നൽകുന്ന ആ കമ്മിറ്റി അത് പരിശോധിച്ച് തീരുമാനമെടുക്കും. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു ജീപ്പ് എപ്പോഴും ഇങ്ങനെ നിന്ന് അതൊരു പോലീസ് സ്റ്റേഷനാക്കി മാറ്റി അവിടെ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് പോലീസുകാരിങ്ങനെ നിൽക്കുന്ന കഴിഞ്ഞ 10 വർഷമായി അത് തുടരുകയാണ്. അതിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അത് മാറ്റണ്ട എന്നുള്ളൊരു തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുത്തു തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഓരോ വ്യക്തി, ഇപ്പം പിണറായി വിജയൻ Z+ സെക്യൂരിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, Z+. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി കുറയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ കമ്മിറ്റിയാണ്. അങ്ങനെ വന്ന് അത് ഇൻ്റലിജൻസ് റിപ്പോർട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണത്. അത് കുറയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് ആ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ആ കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും സെക്യൂരിറ്റി കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടാത്തത്. ആ കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും ആ കാര്യത്തിൽ.